ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ ടീച്ചർ അമ്മ കനിയെ വിളിക്കുന്നുണ്ട്. ഇന്ന് സുലൈമാനും കുടുംബവും വീട്ടിൽ വന്നിരുന്നു. എന്നെ അടക്കിയ മണ്ണിലെ സുലൈമാനും കുടുംബവും പോയി പ്രാർത്ഥിച്ചു. ഇങ്ങനെ നമ്മുടെ കുഴിമാടത്തിൽ മറ്റുള്ളവർ വരികയും വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതും കാണാൻ സത്യമായിട്ടും ഒരു യോഗം വേണമല്ലോ എന്നൊക്കെ ചെറിയമ്മ പറയുമ്പോൾ, മുന്നേം പുള്ളിയും കുടുംബവും വന്നത് ഇതിനല്ലായിരുന്നോ? പുള്ളിയെ ഒരു അടിപൊളി മനുഷ്യനാ. ചെറിയമ്മയെ പുള്ളിക്ക് എന്തൊരു സ്നേഹവും റെസ്പെക്റ്റുമാണെന്നറിയോ എന്ന് കനിയും പറയുന്നുണ്ട്. അപ്പോഴാണ് ചെറിയമ്മ പറയുന്നത് താൻ ഒരു കാര്യം ഓർത്തപ്പോഴാ അവളെ വിളിക്കുന്നതെന്ന്. സുലൈമാനെ കച്ചേരി ജംഗ്ഷനിൽ ഒരു ഷോപ്പുണ്ടെന്നും കേശുവിനെ ഒരു ജോലിക്ക് വേണ്ടി അവിടെ ചോദിച്ചാലോന്നും ടീച്ചർ അമ്മ അവളോട് ചോദിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണെന്നും ചെറിയമ്മയുടെ പരിചയത്തിലുള്ള ആളാണെന്നറിയുമ്പോൾ പുള്ളി എന്തും ചെയ്തോളുമെന്നും നമുക്കത് നോക്കാമെന്നും കനി പറയുമ്പോൾ, എന്നാ പിന്നെ ആദ്യം നീ പോയി സുലൈമാനെ ഒന്ന് കാണുമെന്ന് ടീച്ചർ അമ്മ ചോദിക്കുന്നുണ്ട്. താൻ പോയി കാണാമെന്നും കേശുവിൻ്റെ കാര്യം അവതരിപ്പിക്കാമെന്നും അവിടെയാവുമ്പോൾ കേശുവിന് വലിയ സ്ട്രെയിനില്ലാത്ത ജോലി ആയിരിക്കുമെന്നും കൂടെ അവൻ്റെ പഠിത്തവും നടക്കുമെന്നും കനി പറയുന്നുണ്ട്. സുലൈമാനെ കണ്ടിട്ട് എന്തായാലും തന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് കനി കഴിച്ചോന്ന് ചെറിയമ്മ ചോദിക്കുന്നുണ്ട്. മെസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു എന്ന് കനി പറയുമ്പോൾ, എന്നാ മോള് പോയി കഴിച്ചിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ചെറിയമ്മ കോൾ വെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കനി കേശുവിനെ വിളിച്ചു നോക്കുന്നുണ്ട്. ഡാ കേശു, എവിടെയാടാ, ഒരു വിവരവുമില്ലല്ലോ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും താൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു എന്ന് കേശു. ഇരിക്കെ മാത്രമേ ഉള്ളൂ, വിളിയൊന്നും വരുന്നില്ലല്ലോ എന്ന് കനിയും. അവൻ്റെ സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നോ നോക്കിയായിരുന്നോന്നും കനി ചോദിക്കുമ്പോൾ, നോക്കിയില്ലെന്നും ഇതെല്ലാം എങ്ങനെ വീട്ടുമെന്നും കേശു ചോദിക്കുന്നുണ്ട്. വീട്ടിയല്ലേ തീരൂ, വട്ടിപ്പലിശയും കൂടെയുണ്ടെന്ന് കനി പറയുമ്പോൾ, എത്രയും പെട്ടെന്ന് ഒരു ജോലി ശരിയാക്കണമെന്ന് കേശുവും. അപ്പോഴാണ് കനി ചെറിയമ്മാവൻ്റെ ഒരു ജോലി കാര്യത്തെക്കുറിച്ച് പറഞ്ഞെന്നും ഡീറ്റെയിൽസ് നേരിട്ട് പറയാമെന്നും നാളെ ഒന്ന് ഇറങ്ങാൻ പറ്റുമെന്നും ചോദിക്കുന്നുണ്ട്. താൻ ഇറങ്ങിക്കോളാമെന്നും ബോസ് സമയം എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതിയെന്നും കേശു പറയുമ്പോൾ, താനൊന്നും നോക്കട്ടെ എന്നും ഇന്ന് രാത്രി തന്നെ ടൈമും ലൊക്കേഷനും എല്ലാം മെസ്സേജ് ചെയ്യാമെന്നും കനി പറയുമ്പോൾ, ബോസ് എന്തേലും കഴിച്ചായിരുന്നോ എന്ന് കേശു ചോദിക്കുന്നുണ്ട്. നാവി തട്ടാണ്ടങ്ങ് വിഴുങ്ങിയടാ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെറിയമ്മയുടെ കൂടെ ആയിരുന്നപ്പോൾ അടിപൊളി ഫുഡായിരുന്നല്ലേന്ന് കനി ചോദിക്കുന്നുണ്ട്. താനും ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് എന്തേലുമൊക്കെ വെച്ചുണ്ടാക്കാൻ മടിയാണെന്നും ഇന്ന് ബ്രെഡും പഴവുമാണെന്നും കേശുവും പറയുന്നുണ്ട്. ഇതൊന്നും ശരിയാവത്തില്ലെന്നും ഫുഡിന് വേറെന്തേലും വകുപ്പ് കാണണമെന്നും കനി പറയുമ്പോൾ, അത് നോക്കാമെന്ന് കേശുവും. നാളെ നേരിൽ കാണാമെന്നും ടൈമൊക്കെ പിന്നീട് മെസ്സേജ് ചെയ്യാമെന്നും പറഞ്ഞ് കനി കോൾ വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം കനിയും കേശുവും കൂടി ഒരു ബീച്ചിൽ വെച്ച് കാണുന്നുണ്ട്. ഡാ, സാലറിയൊക്കെ കിട്ടിയതല്ലേ, ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് ചെലവ് ചെയ്തൂടെ നിനക്കെന്ന് കനി ചോദിക്കുമ്പോൾ, ഈ മഴക്കാലത്തോന്ന് കേശുവും. നല്ല വെയിലുള്ളപ്പോൾ നമ്മൾ ചൂട് ചായ കുടിക്കാറില്ലേ, പിന്നെന്താ മഴയുള്ളപ്പോൾ ഐസ്ക്രീം കഴിച്ചായെന്ന് കനി ചോദിക്കുമ്പോൾ, തനിക്ക് ജലദോഷം വരുമെന്ന് കേശു പറയുന്നുണ്ട്. അത് അംഗനവാടി പിള്ളേർക്കൊക്കെ ഉള്ളതാ, മഴ മാനത്തു കണ്ട അപ്പോൾ തന്നെ ജലദോഷം വരും. നിനക്കേ ചെലവ് ചെയ്യാൻ മടിയാണെങ്കിൽ അത് പറ എന്ന് കനി പറയുമ്പോൾ, ബോസിന് വേണേൽ എത്ര ഐസ്ക്രീം വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം എന്ന് കേശു പറയുമ്പോൾ, വേണമെന്ന് തന്നെയല്ലേ പുന്നാരടിമക്കണ്ണേ ഞാൻ പറഞ്ഞത്. തനിക്ക് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം വേണമെന്ന് കനി പറയുമ്പോൾ, കേശു അത് വാങ്ങിക്കാനായി പോകുന്നുണ്ടേ. കേശു അവൾ പറഞ്ഞ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ, അതെന്ത് പരിപാടിയാടാ, ഞാൻ ഐസ്ക്രീം കഴിക്കുമ്പോൾ നീ എന്താ നോക്കി നിൽക്കൂ എന്ന് കനി ചോദിക്കുമ്പോൾ, താൻ അവിടുന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചെന്ന് കേശു പറയുന്നുണ്ട്. അത് ശരി, എനിക്ക് ഐസ്ക്രീമും നിനക്ക് പച്ചവെള്ളവും, ഇത് പിടിച്ചേ, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് കേശുവിൻ്റെ കയ്യിൽ ആ ഐസ്ക്രീം കൊടുത്തോണ്ട് കനി പോകുന്നുണ്ട്. അടുത്തുള്ള കടയിൽ പോയി ഒരു ചായയും വാങ്ങിച്ചുകൊണ്ടാണ് കനി പിന്നോട് അങ്ങോട്ട് വരുന്നത്. അവൻ്റെ കയ്യിൽ ചായ കൊടുത്തോണ്ട് ഐസ്ക്രീമും വാങ്ങിച്ചോണ്ട് ചീസും പറഞ്ഞ് അവൾ ആ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുക. കേശു അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് ചെന്ന്, ബോസേ നിങ്ങൾ അടിപൊളിയാണ് ബോസേ, എനിക്ക് ഇങ്ങനെ ഒരാളെ അറിഞ്ഞേ കൂടാ എന്ന് കേശു പറയുമ്പോൾ, അറിയാൻ വേറൊരു ഞാനില്ലല്ലോ എന്ന് കനിയും പറയുമ്പോൾ, എങ്കിലും ടീച്ചർ പറഞ്ഞ ആ ഫിലോസഫി വേണ്ട കേട്ടോ എന്ന് കേശു പറയുന്നുണ്ട്. ചെറിയമ്മയെപ്പോലെ നിനക്കും എൻ്റെ ഫിലോസഫിക്ക് ഒരു വിലയില്ലല്ലോടാ. കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യം തിരക്കിയായിരുന്നു എന്ന് കനി പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം അയച്ചിട്ടുണ്ടെന്നും അടുത്ത മാസം ആദ്യം അപ്ലൈ ചെയ്യണമെന്നും കനി പറയുമ്പോൾ, അതിനെല്ലാം കുറെ കാശാവില്ലേ എന്ന് കേശു ടെൻഷനോടെ പറയുന്നുണ്ട്. അതിനൊക്കെ കുറെ കാശാവുമെന്ന് പറഞ്ഞ് കേശു അതിന് തടസ്സം പറയുമ്പോൾ, കാശിനുള്ള വഴിയൊക്കെ ഉടനെ കണ്ടെത്താം, അക്കാര്യം ചെറിയമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ വീട്ടിൽ വരുന്ന കുറച്ചു ദിവസം മുന്നേ നമ്മുടെ വീട്ടിലെത്തിയ ഒരു സുലൈമാനിക്കയുണ്ട്. പണ്ട് ചെറിയമ്മ ഇടപെട്ട് പഠിപ്പിച്ച ഒരു പുള്ളിയാ. ആളിന്നലെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെന്ന് ചെറിയമ്മ പറഞ്ഞു. അത്രയ്ക്ക് ചെറിയമ്മയുമായി അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഒരാളാ. ആള് ഗൾഫിലായിരുന്നു. പുള്ളിക്ക് ഹോം അപ്ലയൻസിന്റെ ഒരു കടയുണ്ട്. അവിടെ തൽക്കാലം എന്തെങ്കിലും ഒരു പരിപാടി റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാൻ ചെറിയമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
ഞാൻ പുള്ളിയോടൊന്ന് സംസാരിക്കാം. അത് ഏകദേശം നടന്നതുപോലെയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ചെറിയമ്മയുടെ പ്രിയപ്പെട്ട ഒരാളുടെ കാര്യമാണെന്ന് പറയുമ്പോൾ പുള്ളി എന്തായാലും അത് തള്ളിക്കളയില്ല എന്നൊക്കെ പറഞ്ഞ് കേശുവിൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് നിനക്കിപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നില്ലെന്ന് കനി ചോദിക്കുന്നുണ്ട്. ഉണ്ട് ബോസ് എന്ന് കേശു പറയുമ്പോൾ ഏതാ ഫ്ലേവർ വേണ്ടതെന്ന് കനി ചോദിക്കുന്നുണ്ട്. ബോസിന്റെ ഫ്ലേവർ മതിയെന്ന് കേശു പറയുമ്പോൾ ചിലർക്കേ സന്തോഷം വരുമ്പോൾ മധുരം കഴിക്കാനും ഐസ്ക്രീം കഴിക്കാനും ഒക്കെ തോന്നും. അതിന്റെ പേരിൽ ജലദോഷം വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേശുവിന് ഐസ്ക്രീം വാങ്ങിക്കാനായി അവനെയും കൂട്ടി കനി കടയിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് കേശുവിന് പ്രിയയുടെ കോൾ വരുന്നത്. പ്രിയ, നീ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ താൻ കോഫി ഷോപ്പിന്റെ അരികിലെത്തിന്ന് പ്രിയ പറയുന്നുണ്ട്. കേശു തിരിഞ്ഞു നോക്കിയിട്ട് താൻ അവളെ കണ്ടെന്നും ഇങ്ങോട്ട് വായെന്നും അവളെ വിളിക്കുമ്പോൾ അവളും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നീ എങ്ങനെ വന്നു എന്ന് കേശു ചോദിക്കുമ്പോൾ താനൊരു ഓട്ടോയിൽ വന്നെന്ന് പ്രിയ പറയുന്നുണ്ട്. പൈസയൊക്കെ ഉണ്ടായിരുന്നെന്ന് കേശു ചോദിക്കുമ്പോഴേക്കും കനി ഐസ്ക്രീമുമായി അങ്ങോട്ട് എത്തുന്നുണ്ട്. കനിയെ കണ്ട് ബോസും ഉണ്ടായിരുന്നോ എന്ന് പ്രിയ ചോദിക്കുമ്പോൾ പ്രിയയ്ക്ക് ഒരു ഐസ്ക്രീം പറയട്ടെ എന്ന് കനി ചോദിക്കുന്നുണ്ട്. തനിക്ക് വേണ്ടെന്ന് പ്രിയ പറയുമ്പോൾ കേശുവിനെ പോലെ മഴയുള്ളപ്പോൾ ഐസ്ക്രീം കഴിക്കാത്ത ആളൊന്നുമല്ലല്ലോ എന്ന് കനി ചോദിക്കുമ്പോൾ അതല്ലെന്ന് പറഞ്ഞ് കേശുവിനോടായി കേശുവേട്ടൻ ഐസ്ക്രീം കഴിച്ചു തുടങ്ങിയോന്ന് പ്രിയ ചോദിക്കുന്നുണ്ട്. ഇത് സന്തോഷം വന്നതിൻ്റെ ഐസ്ക്രീമാണെന്ന് കനി പറയുമ്പോൾ ഇന്ന് വർക്കിംഗ് ഇല്ലെന്ന് പ്രിയ ചോദിക്കുന്നുണ്ട്. വർക്കിംഗ് ആണെന്നും ഐസ്ക്രീം കഴിച്ചിട്ട് നേരെ കമ്പനിയിലേക്ക് പോകുമെന്നും പ്രിയയുടെ പഠിത്തമെല്ലാം എങ്ങനെ പോകുന്നെന്നും കനി ചോദിക്കുമ്പോൾ നന്നായി പോകുന്നുണ്ടെന്നും അടുത്ത ആഴ്ച എക്സാം ആണെന്നും പ്രിയ പറയുന്നുണ്ട്. അപ്പോഴാണ് കേശു ഡിസ്റ്റൻ്റായി ഡിഗ്രി ചെയ്യാൻ തീരുമാനിച്ച കാര്യം കനി പറയുന്നത്. അത് കേശുവേട്ടൻ തന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പ്രിയ പരിഭവത്തോടെ പറയുമ്പോൾ വെരട്ടി സമ്മതിപ്പിച്ചതാ, അതാ പറയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കേശുവിനോട് വണ്ടി വിട്ടാലോന്ന് ചോദിക്കുന്നുണ്ട്. പോവാൻ ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് കേശു തൻ്റെ കയ്യിലെ ഐസ്ക്രീം പ്രിയയ്ക്ക് കൊടുത്ത് കഴിക്കാനായി പറയുന്നുണ്ട്. കേശു തൻ്റെ കയ്യിലെ ചായയും കുടിക്കുന്നുണ്ട്. പോവാൻ നേരത്തെ കുറച്ച് കാശെടുത്ത് കേശു പ്രിയയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ എന്താണ് കേശുവേട്ടാ നിങ്ങളും ബോസും തമ്മിൽ സത്യം പറ എന്ന് പ്രിയ ചോദിക്കുമ്പോൾ ബോസും ഞാനും നല്ല ഫ്രണ്ട്സാ, എൻ്റെ മെൻറ്ററാ, ഇതിനേക്കാളും ബോസ് അടിപൊളിയാ, നീ സമയം കളയാതെ പോയി പഠിക്കാൻ നോക്ക് എന്ന് കേശു അവളെ വഴക്ക് പറയുമ്പോൾ അതൊക്കെ താൻ പഠിച്ചോളാമെന്ന് പ്രിയയും പറയുന്നുണ്ട്. അപ്പോഴേക്കും കനി തൻ്റെ ബുള്ളറ്റുമായി അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. കനിയുടെ ബുള്ളറ്റിന്റെ പുറകിലേക്ക് കയറിക്കൊണ്ട് വേഗം പോയിരുന്ന് പഠിക്ക് പ്രിയ എന്ന് പ്രിയയെ ഉപദേശിച്ചുകൊണ്ട് അവർ രണ്ടുപേരും പ്രിയയോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് കനി കേശുവിനോടായി ചോദിക്കുന്നുണ്ട്. എടാ കേശു, പ്രിയ എന്താടാ ചോദിച്ചത്? റിലേഷൻഷിപ്പിലാണോന്നാവും അല്ലേ? അതെ, അത് ബോസിന് എങ്ങനെ മനസ്സിലായി എന്ന് കേശു ചോദിക്കുമ്പോൾ എനിക്ക് തോന്നി ചില റിലേഷൻ കാണുമ്പോഴേ ആൾക്കാർക്ക് പ്രേമമാണെന്നൊക്കെ തോന്നും. ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻ ഏതായിരുന്നാലും ആളുകളുടെ കണ്ണില് അത് പ്രേമമായിട്ടേ തോന്നൂ. ആളുകൾ വെറുതെ ചങ്ക് കെട്ട കള്ളൻ, പ്രേമം, ലൈന് എന്നൊക്കെ പറയും. അതിലൊന്നും കാര്യമില്ലടാ. പേരില്ലാത്ത, പേരിട്ട് വിളിക്കാൻ പറ്റാത്ത ചില റിലേഷൻഷിപ്പും ഉണ്ട്. ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു എന്നൊക്കെ കനി പറയുമ്പോൾ അതെ ബോസ് അടിപൊളിയാ, സൂപ്പറാ എന്നൊക്കെ കേശു അവളെ പുകഴ്ത്തി പറയുന്നുണ്ട്. പിന്നീട് റോഡിൽ പോലീസ് ചെക്കിങ് നടക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങോട്ട് സ്കൂട്ടറിൽ ഹെൽമെറ്റ് ഒന്നുമില്ലാതെ എത്തുന്ന PTA മെമ്പർ സുനി പോലീസുകാരെ കണ്ട് കൈ കാണിച്ച് കുശലം പറഞ്ഞ് അവിടെ വണ്ടി നിർത്തുന്നുണ്ട്. പോലീസ് കുറച്ചു പേരെ മാറ്റി നിർത്തി ചോദ്യം ചെയ്യണ കണ്ട് ഇതെന്താ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് സുനി അങ്ങോട്ട് വരുന്നുണ്ട്. ഇവന്മാരെ കയ്യിൽ ലൈസൻസും പേപ്പറും ഒന്നുമില്ലെന്ന് SI പറയുമ്പോൾ നോക്കിയൊക്കെ ഓടിക്കേണ്ടടാന്ന് സുനി ചോദിക്കുമ്പോഴേക്കും വീണയും സന്തോഷവും അങ്ങോട്ട് വരുന്നുണ്ട്. പോലീസിനെ കണ്ട് അയ്യോ സന്തോഷിട്ട പെട്ടു എന്ന് വീണ പറയുമ്പോഴേക്കും SI അവരെ കൈ കാണിച്ചു നിർത്തുന്നുണ്ട്. അല്ല ഇതാരെ, നമ്മുടെ പുതുമണവാളനും മുണവാട്ടിയുമോ? അല്ല പിള്ളേരെ, നിങ്ങൾക്ക് ജീവനി കൊതിയൊന്നുമില്ലേ എന്ന് SI ചോദിക്കുമ്പോൾ ഉണ്ട് സാർ എന്ന് വീണ പേടിയോടെ പറയുന്നുണ്ട്. പിന്നെ ഹെൽമെറ്റൊക്കെ വെക്കണ്ടേ എന്ന് SI വീണ്ടും ചോദിക്കുമ്പോൾ വേണം സാറ്, നിങ്ങളിപ്പോ സ്ഥിര നിയമലംഘനമാണല്ലോ. അന്ന് സൈക്കിളില്, ഇന്ന് സ്കൂട്ടറില്. സൈക്കിളിൽ ഹെൽമെറ്റ് വേണ്ട, പക്ഷെ 2 പേര് പാടില്ല. പക്ഷേ സ്കൂട്ടറിൽ 2 പേർക്ക് പോവാം, പക്ഷേ ഹെൽമെറ്റ് വേണം എന്നൊക്കെ SI പറയണ കേട്ട് പ്ലീസ് വിട്ടുപോയി സാർ എന്ന് സന്തോഷം പറയുന്നുണ്ട്. ഇന്നത്തേക്ക് പോയിക്കോ, ഇനി മുതൽ ആവർത്തിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു സാർ സുഖമായിരിക്കുന്നല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അയാൾ വീണയോട്. സുഖമായിരിക്കുന്നു സാർ എന്ന് വീണ പറയുമ്പോഴേക്കും സാറിനെ തിരക്കിയതായി പറയണേ എന്ന് SIയും കൂടി പറയുമ്പോഴേക്കും വീണയും സന്തോഷവും പോവാനായി തുടങ്ങുക. അപ്പോഴേക്കും സോനി അങ്ങോട്ട് വന്ന് അതെന്ത് പരിപാടിയാ സാർ, നിയമലംഘനം നടത്തിയവർക്ക് പെറ്റി കൊടുക്കണം, ഉപദേശിച്ചൊന്നും വിടരുത്, പോലീസിന്റെ വീട്ടുകാരായതുകൊണ്ടാവും ഈ വേർതിരിവ് എന്ന് സുനി പറയുമ്പോൾ ഡാ നീ ഇപ്പോ ഈ സ്കൂട്ടറിലല്ലേടാ വന്നത്, നിന്റെ ഹെൽമെറ്റ് എവിടെയെന്ന് SI ചോദിക്കുന്നുണ്ട്. അതാ പെട്ടിയിലിരിപ്പുണ്ട് സാർ എന്ന് സുനി പറയുമ്പോൾ പെട്ടി പൂട്ടി വെക്കാൻ നിന്റെതെന്തേടാ സ്വർണ്ണ ഹെൽമെറ്റോ, പെറ്റി അടച്ചിട്ട് പോ എന്ന് SI പറയുമ്പോൾ അതെന്താണ് സാറേ ഓരോരുത്തർക്കും ഓരോ നീതി എന്ന് സുനിയും ചോദിക്കുന്നുണ്ട്.
നിയമലംഘനം നടത്തിയ പെറ്റി അടിക്കണമെന്ന് നീ തന്നെയല്ലേടാ ഇപ്പോൾ പറഞ്ഞത്? അത് ഞാനങ്ങ് കേട്ടു. പോയി പെറ്റി അടിക്കടാ എന്ന് SI പറയുമ്പോൾ അയാൾ പതുക്കെ സാർ ഒരു തവണത്തേക്ക് എന്ന് കെഞ്ചുന്നുണ്ട്. അത് പറ്റില്ലെന്ന് നീ തന്നെയല്ലേടാ ഇപ്പോൾ പറഞ്ഞത്? അടച്ചിട്ട് പോടാ എന്ന് പറയുമ്പോഴേക്കും സുനി നിവൃത്തിയില്ലാതെ പെറ്റി അടയ്ക്കാനായി പോകുന്നുണ്ട്. SI വീണയോടായി എന്ന് നിങ്ങൾ വിട്ടോ, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും സ്കൂട്ടിയും എടുത്തോണ്ട് പോകുന്നുണ്ടേ. പോകുന്ന വഴിക്ക് വീണ സന്തോഷിനോടായി പറയുന്നുണ്ട്, സന്തോഷേട്ടാ നാം ചെയ്ത കർമ്മത്തിന്റെ ഫലം നാം തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് സുനിയെ കളിയാക്കി പറയുമ്പോൾ ചൊല്ലും പറഞ്ഞു നിൽക്കാതെ വേഗം വണ്ടി വിടാൻ നോക്ക് എന്ന് സന്തോഷം പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ കനി സുലൈമാനിക്കയുടെ ഹോം അപ്ലയൻസ് ഷോപ്പിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. കനിയെ കാണുന്ന സുലൈമാൻ നമ്മളന്ന് സരസ്വതി ടീച്ചറിന്റെ വീട്ടിൽ വെച്ച് കണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ ഓർമ്മയുണ്ടല്ലേ എന്ന് കനി ചോദിക്കുമ്പോൾ കുറച്ചു നാളല്ലേ ആയുള്ളൂ, മോളുടേത് പെട്ടെന്ന് മറന്നു പോകുന്ന രൂപവുമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെയുള്ള സോഫയിലേക്ക് ഇരുത്തുന്നുണ്ട്. താൻ വീട്ടിൽ പോയിരുന്നെന്ന് സുലൈമാൻ പറയുമ്പോൾ വീണ പറഞ്ഞായിരുന്നു എന്ന് കനിയും പറയുന്നുണ്ട്. എന്തെങ്കിലും വാങ്ങാൻ ഇറങ്ങിയതാണോ എന്ന് സുലൈമാൻ ചോദിക്കുമ്പോൾ വാങ്ങാനൊന്നുമല്ല, ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് കനിയും പറയുന്നുണ്ട്. റിക്വസ്റ്റ് ഒന്നും വേണ്ട, കാര്യം പറയുന്ന സുലൈമാനും. ചെറിയമ്മ പണ്ട് പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റിൻ്റെ മകനുണ്ടായിരുന്നു, കേശു. അവനാണെങ്കിൽ അമ്മയും അച്ഛനും ഇല്ല, ഉള്ളതാണെങ്കിൽ ഒരു സിസ്റ്ററുമാ. അവളിപ്പോൾ ഒരിടത്ത് നഴ്സിങ്ങിന് പഠിക്കുക. അവളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ അവനുണ്ടായിരുന്ന ഒരു ജോലിയും ഇപ്പോൾ പോയി. ഇവിടെയോ അല്ലെങ്കിൽ ഇക്കായുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ എന്തെങ്കിലും ഒരു ജോലി സെറ്റാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു എന്ന് കനി പറയുമ്പോൾ അത് നമുക്ക് നോക്കാം, ആളോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം എന്ന് സുലൈമാൻ പറയുമ്പോൾ കനി അത് സമ്മതിക്കുന്നുണ്ട്. മോളുടെ പേര് ഞാൻ മറന്നെന്ന് സുലൈമാൻ പറയുമ്പോൾ കനിക എന്ന് കനി പറയുന്നുണ്ട്. ആളോട് വിളിച്ചിട്ട് വരാൻ പറയണമെന്ന് പറഞ്ഞ് സുലൈമാൻ തൻ്റെ വിസിറ്റിംഗ് കാർഡ് കനിക്കായി കൊടുക്കുന്നുണ്ട്. താൻ പറയാമെന്ന് പറഞ്ഞ് സുലൈമാനിക്കയോട് നന്ദിയെല്ലാം പറഞ്ഞുകൊണ്ട് കനി അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. രാത്രിയാവുമ്പോൾ സന്തോഷിന്റെ വീടാണ് കാണിക്കുന്നത്. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷിന്റെ അമ്മ മണിയുടെ അടുത്തേക്ക് വീണ വന്ന് അമ്മേ അത് ബാക്കി ഞാൻ ചൂടാക്കാമെന്ന് വീണ പറയുന്നുണ്ട്. അതൊന്നും വേണ്ടെന്നും അതിന്റെ പരുവം പോകുമെന്നും താൻ തന്നെ ചൂടാക്കിക്കൊള്ളാമെന്നും മണി പറയുമ്പോൾ അടുക്കളയിൽ നിന്നും പുറത്തോട്ടിറങ്ങുന്ന വീണ അപ്പുറത്ത് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന റാണിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുമ്പോൾ കേറി ചെന്ന് വാങ്ങിച്ചുവല്ലേ, എന്തിന്റെ കേടായിരുന്നു എന്ന് അവൾ ചിരിച്ചോണ്ട് ചോദിക്കുന്നുണ്ട്. സാധാരണ സഹായിക്കുന്നില്ലെന്നാ പരാതി, ഇതിപ്പോ സഹായിച്ചതാ പ്രശ്നം എന്ന് വീണ പരിഭവത്തോടെ പറയുമ്പോൾ ഉണ്ടാക്കുന്നത് ഗംഭീര ഭക്ഷണമാണെന്ന അമ്മയുടെ വിചാരം. കൊള്ളില്ലെന്ന് ഇവിടെ ഉള്ളവരും പറയില്ല. പിന്നെ മറ്റേ പാക്രമിക്ക് എന്തെങ്കിലും കിട്ടിയാലും മതി, കഴിച്ചിട്ട് പുള്ളി മണി കറി നല്ലതാന്നും പറയും എന്ന് റാണി ഇടംകൊലിനെ കുറിച്ച് പറയുമ്പോൾ അതെന്താ ഈ പാക്രമി എന്ന് വീണ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. പാഷാണത്തിൽ കൃമി എന്ന് റാണി പറയുമ്പോൾ ഇത് കേട്ട് വീണയും ചിരിക്കുന്നുണ്ട്. എന്നും സ്ഥിരം ക്യാബേജ് തോരനും കിച്ചടിയും എന്തോ ചെയ്യും എന്ന് വീണ ചോദിക്കുമ്പോൾ വാങ്ങിവെച്ച അച്ചാറിരിപ്പുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് റാണിയും പറയുന്നുണ്ട്. ഓംലെറ്റ് ആക്കിയാലോ എന്ന് വീണ ചോദിക്കുമ്പോൾ അമ്മയുടെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാമെന്ന് റാണി പറയുമ്പോൾ ഇനിയിപ്പോൾ വേറെ ആർക്കെങ്കിലും വേണ്ടി വരുമെന്ന് വീണ ചോദിക്കുന്നുണ്ട്. അമ്മയെ പേടിച്ച് ഇവിടെ ആരും വേണമെന്ന് പറയില്ലെന്ന് റാണി പറയുമ്പോൾ അപ്പോൾ നമുക്ക് ആക്കിയെടുക്കാമല്ലേന്ന് വീണ ചോദിക്കുമ്പോൾ റാണിയും അത് സമ്മതിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ഓംലെറ്റ് ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും മണി ഫുഡെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് എല്ലാവരും കഴിക്കാൻ വാ കുഞ്ഞൂട്ട മോനൂട്ട എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എല്ലാവരും കഴിക്കാനായി വന്നിരിക്കുമ്പോഴേക്കും വീണയും റാണിയും കൂടി അടുക്കളയിൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. അവര് രണ്ടുപേരും കാണാഞ്ഞ് എവിടെ വീണയും റാണിയും കഴിക്കാൻ വന്നില്ലെന്ന് സന്തോഷിന്റെ അച്ഛനും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അളിയ കൂടുതൽ പുന്നാരമൊന്നും വേണ്ട, വിശക്കുമ്പോൾ വന്നിരുന്ന് കഴിച്ചോളുമെന്ന് പോറ്റിമാമനും പറയുന്നുണ്ട്. വീട്ടിൽ കയറി വന്ന കൊച്ചല്ലേ അളിയ, നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ എന്ന് സന്തോഷിന്റെ അച്ഛൻ പറയുമ്പോൾ ഞാനും ഈ വീട്ടിൽ കയറി വന്നവൻ തന്നെയാ. അളിയന്റെ ശാപാട് തട്ടാൻ നോക്കുന്ന പോറ്റിയും പറയുന്നുണ്ട്. നേഴ്സ് പെണ്ണിനെയും കണ്ടില്ലല്ലോ, കയറി വന്ന ഉടനെ അവരൊരു യൂണിയൻ ഉണ്ടാക്കിയോ മണിയെന്ന് പോറ്റിമാമൻ ചോദിക്കുന്നുണ്ട്. മണിയാണേൽ ഒന്നും മിണ്ടാതെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുക. നല്ലതൊന്നും ഈ തലയിൽ തോന്നില്ലല്ലോ എന്ന് സന്തോഷിന്റെ അച്ഛൻ പറയുമ്പോൾ ഉള്ളത് തോന്നും, അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അലിയ എന്ന് പറഞ്ഞ് പോറ്റിമാമൻ സന്തോഷിനെ നോക്കിക്കൊണ്ട് പുതുമുടിക്കാരൻ കെട്ടിയോള് വന്നിട്ടേ കഴിക്കൂ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. സന്തോഷ് വീണ്ടും കഴിക്കാതെ തന്നെ ഇരിക്കുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല സന്തോഷേ, നീ കഴിച്ചിട്ട് എഴുന്നേക്കാൻ നോക്ക്, ഓരോരുത്തരും അവരുടെ വയറ് വിളിക്കുമ്പോൾ വന്ന് തിന്നോളും എന്ന് പോറ്റി പറയുമ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങിയ കാര്യം പറഞ്ഞ് എൻ്റെ പെണ്ണും പിള്ളേൻ്റെ കയ്യിൽ നിന്ന് തെറി വിളിപ്പിക്കാനാണോ പോറ്റി മാമൻ്റെ ശ്രമമെന്ന് സന്തോഷിന്റെ ഏട്ടനും ചോദിക്കുന്നുണ്ട്. അത് നിന്റെ കുബുദ്ധി കൊണ്ട് തോന്നുന്നതാടാന്ന് പോറ്റിമാമൻ പറയുമ്പോൾ പോറ്റിമാമനെ പാല് പോലത്തെ ബുദ്ധിയല്ലേന്ന് സന്തോഷിന്റെ ഏട്ടനും
എനിക്ക് നേരെ വാ നേരെ പോ, വളഞ്ഞു പിടിക്കുന്ന ശീലം എനിക്കില്ലെന്ന് പോറ്റി പറയുമ്പോൾ കഴിക്കുമ്പോൾ ചിരിപ്പിക്കല്ലേ മാമ, മണ്ടേ കയറുമെന്ന് അവനും. ഇതെല്ലാം കേട്ട് മണി അങ്ങോട്ട് വന്ന് മോനൂട്ടാ, അണ്ണനെ കളിയാക്കി പറയരുതെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ തരമൊന്നുമല്ല അണ്ണൻ എന്ന് അണ്ണനെ പൊക്കിക്കൊണ്ട് മണി പറയുമ്പോൾ പോറ്റിമാമൻ വേറെ ലെവലാണെന്ന് എനിക്ക് അറിഞ്ഞൂടെയെന്ന് അവനും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് ഓംലെറ്റ് വെച്ച പ്ലേറ്റുമായി റാണിയും വീണയും വന്നിരിക്കുന്നുണ്ട്. പോറ്റി അപ്പോഴേക്കും വീണയോടായി കുഞ്ഞൂട്ടൻ പൊണ്ടാട്ടിയെ കാണാതെ വാറ്റിറങ്ങാണ്ടിരിക്കുക. മോനൂട്ടനാണെങ്കിൽ പൊണ്ടാട്ടിയെ കാണാത്ത സമാധാനത്തിൽ തിന്നു തീരാറായി എന്ന് പറഞ്ഞുകൊണ്ട് വീണയുടെ പ്ലേറ്റിലിരിക്കുന്ന ഓംലെറ്റിലേക്ക് നോക്കിക്കൊണ്ട് ഇതെന്താ മണി, ഒരുത്തർക്ക് മാത്രം ഒരു സ്പെഷ്യല് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കാണുന്ന മണി അതെന്താ നിങ്ങൾക്ക് മാത്രം ഓംലെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് വേറെർക്കും വേണ്ടെന്ന് കരുതിയെന്ന് വീണ പറയുമ്പോൾ അതെന്ത് മര്യാദയാ, ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചോ, വന്നു കയറിയ പെൺപിള്ളേര് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, നിങ്ങളുടെ കെട്ടിയന്മാർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചോ, നിങ്ങളുടെ വീട്ടിലെ സംസ്കാരം ഇവിടെ കാണിക്കരുത് എന്ന് പോറ്റി ഇടം കൊല്ലിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പോറ്റിക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് വീണയും. ഇത് വല്ലാത്ത പഠിത്തം തന്നെ മണി, നീ കുറെ കഷ്ടപ്പെടും കേട്ടോ ഇന്ന് മണിയോടായി പറഞ്ഞിട്ട് സന്തോഷേ, നീ പമ്മി ഇരുന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് എന്തായാലും കൊള്ളാം എന്ന് പോറ്റി സന്തോഷിനോട് പറയണ കേട്ട് വീണ തൻ്റെ പ്ലേറ്റിലിരിക്കുന്ന ഓംലെറ്റ് എടുത്ത് പോറ്റിയുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പോറ്റി ഇത് കഴിക്കണമെന്ന് വീണ പറയുമ്പോൾ നിന്റെ എച്ചില് തിന്നാനാണോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നാ പോറ്റിയുടെ ചോദ്യം കേട്ട് വീണ ദേഷ്യത്തോടെ സന്തോഷിനെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.